ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങൾ പത്രം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു പത്രമാണ്. അത്ര വലിയ കണ്ടന്റ് പുഷ് ചെയ്യുന്ന ആർട്ടിക്കിളുകളോ കാര്യങ്ങളോ ഒന്നും ഇന്നത്തെ പത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ വന്നിരിക്കുന്ന രണ്ട് ആർട്ടിക്കിളുകളും, അതായത് രണ്ട് ഓപ്പൺ എഡിറ്റോറിയലുകളും വളരെ രസകരമായിട്ടുള്ളതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും UPSC പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള രണ്ട് ആർട്ടിക്കിളുകളാണ്. ഓക്കെ, സോ നമുക്ക് സമയം കളയാതെ തന്നെ ആ ന്യൂസുകളിലേക്കൊക്കെ പോകാം. So first open editorial, the RTI's shift to a right to deny information. ഇവിടെ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ RTIനെയും ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിനെയും എന്ത് ചെയ്തിരിക്കുകയാണ്, ഒന്ന് അളന്ന് നോക്കിയിരിക്കുകയാണ്. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങളെയും ഇദ്ദേഹം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്തിരിക്കുന്നു. സോ നമ്മൾ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിനെ ഒന്ന് അനലൈസ് ചെയ്യും. ഓക്കെ, ദെൻ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിനെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്തതിനു ശേഷം എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ രണ്ടിനെയും, അതായത് റൈറ്റ് ടു ഇൻഫോർമേഷനിൽ പറയുന്ന പ്രൈവസി അല്ലെങ്കിൽ ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാതിരിക്കാനായിട്ടുള്ള കാരണങ്ങളും നമ്മളുടെ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന എന്തും പ്രൈവസിയുടെ കൺസേൺസിനെയും നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യും. സോ ആ ഒരു അനാലിസിസ് പാർട്ടാണ് ആര് നയിച്ചിരിക്കുന്നത്, നമ്മളുടെ ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയലിൽ ദ ഓതർ നയിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ? ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലിന്റെ ഏറ്റവും എസൻസ് ഇന്നത്തെ പത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരൊറ്റ വാക്യമാണ്. ഡാറ്റ പ്രൊട്ടക്ഷൻ അല്ല, ഇൻഫോർമേഷൻ ആക്ടിന്റെ ഒരൊറ്റ വരിയിൽ നമുക്ക് ഇൻഫോർമേഷൻ ആക്ടിനെ എല്ലാം കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. എന്താണത്? The information which cannot be denied to the parliament or a state legislature shall not to be denied to any person. പാർലമെന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും ഡിനൈ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റാത്ത ഇൻഫോർമേഷനുകൾ ആർക്കും കൊടുക്കാതിരിക്കാൻ പറ്റണം. അതായത് പാർലമെന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും നിങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ കൊടുക്കാമെങ്കിൽ ആ ഇൻഫോർമേഷൻ ആർക്കും കൊടുക്കണം? പൊതുജനങ്ങൾക്കും കൊടുക്കണം. സോ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ആണ് ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയമസംഹിതകളിൽ ഒന്ന്. കാരണം എന്താണ്? ജനങ്ങളിലേക്ക്, നിങ്ങളിപ്പോൾ ഡെമോക്രസി എന്ന് നമ്മൾ പറയുമ്പോഴേക്കും സാധാരണ ആളുകളിലേക്ക് ഈ ഡെമോക്രസിയുടെ വാല്യൂസ് എത്തിക്കുന്നത് ഈ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ആണ്. സോ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യണം. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നാണ് 2005 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ ഡിഫറെന്റ് സെക്ഷൻസ് ഉണ്ട് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 സെക്ഷനുകളാണ് സെക്ഷൻ 8, സെക്ഷൻ 13, അങ്ങനെയുള്ള ഡിഫറെന്റ് സെക്ടർ. ദെൻ ഒരു സ്റ്റേറ്റ് ഇൻഫോർമേഷൻ ഓഫീസറെയും സെൻട്രൽ ഇൻഫോർമേഷൻ അതോറിറ്റിയെയും നമ്മൾ നിയമിക്കേണ്ടതുണ്ട്. സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷനെയും സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷനെയും നമ്മൾ ഈ ആക്ടിന്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, സോ എന്താണ് നമ്മളുടെ റൈറ്റ് ടു ഇൻഫോർമേഷൻ? നിങ്ങളോട് മറ്റൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ് ആണോ അല്ലയോ? റൈറ്റ് ടു ഇൻഫോർമേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണോ? റൈറ്റ് ടു ഇൻഫോർമേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഏത് ആർട്ടിക്കിളിലായിരിക്കും റൈറ്റ് ടു ഇൻഫോർമേഷൻ വരിക? റൈറ്റ് ടു ഇൻഫോർമേഷൻ വരുന്നത് ആർട്ടിക്കിൾ 19. എന്താണ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ അണ്ടറിലാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ വരുന്നത്. അതെങ്ങനെയാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെയും എക്സ്പ്രഷന്റെയും അണ്ടറിൽ വരുന്നത്? എങ്ങനെയാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ സ്പീച്ച് അല്ലെങ്കിൽ എക്സ്പ്രഷന്റെ അണ്ടറിൽ ആർട്ടിക്കിൾ 19 അണ്ടറിൽ വരുന്നത്? അതായത് റൈറ്റ് ടു ഇൻഫോർമേഷൻ, നിങ്ങൾക്ക് ഇൻഫോംഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? നിങ്ങൾക്ക് ഒരു കാര്യത്തിനെതിരെ പ്രതികരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യം വന്നു. ആ ദൃശ്യം 2 വർഷം മുന്നേ നടന്ന ലോക്കപ്പ് മർദ്ദനത്തിന്റെ ഒരു ദൃശ്യമായിരുന്നു, അല്ലെ? അപ്പോ എങ്ങനെയാണ് ഈ മർദ്ദിക്കപ്പെട്ട ആൾക്ക് ഈ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യം കിട്ടിയത്? അത് റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ആക്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ്. മനസ്സിലായോ? സോ നിങ്ങൾക്ക് അതിനെതിരെ പ്രതികരിക്കണമെങ്കിൽ കോടതിയിലായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും പ്രതികരിക്കണമെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണ്? അത് ഇൻഫോർമേഷൻ ആണ്.
റൈറ്റ്ഫുൾ ഇൻഫോർമേഷൻ, കൃത്യമായിട്ടുള്ള വിവരം നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് വ്യക്തവും സ്വതന്ത്രവുമായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രതികരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ആർട്ടിക്കിൾ 19 അണ്ടറിൽ തന്നെയാണ് എന്ത് വരുന്നത്, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് വരുന്നത്. അവിടെ യാതൊരു വ്യത്യാസവുമില്ല. സോ പലപ്പോഴും ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ അല്ലെങ്കിൽ 21 അല്ലെങ്കിൽ 14 ആണോ എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പല PSC എക്സാമുകളിലും SSC എക്സാമുകളിലൊക്കെ. ഇത് പിള്ളേരെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല, ആർട്ടിക്കിൾ 19 ആണെന്ന് മനസ്സിൽ വിചാരിച്ചു വെച്ചേക്കുക. വേറെ ആർട്ടിക്കിളിലേക്കൊന്നും നിങ്ങൾ പോകരുത്. സോ ആർട്ടിക്കിൾ 19 കൃത്യമായിട്ട് മനസ്സിലായല്ലോ, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്. ദെൻ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സീക്കിംഗ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് പണ്ട് കാലഘട്ടങ്ങളിൽ മുതലേ പറയാറുണ്ട്. ഇപ്പൊ തോമസ് ജെഫേഴ്സന്റെ ഒരു വാക്യം ഇങ്ങനെയാണ്, ഇൻഫോർമേഷൻ ഇസ് ദ കറൻസി ഓഫ് ഡെമോക്രസി. ഡെമോക്രസി നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം, സാധാരണ ആളുകൾക്ക് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ഇല്ല, അതായത് നിങ്ങളുടെ നാട്ടിൽ ഒരു റോഡ് പണിയാണ്, റോഡ് പണിയുന്നത് ഇത്ര തുകയ്ക്കാണ് എന്നുള്ളതിന്റെ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല. പ്രസിഡന്റിനോട്, പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ പ്രസിഡന്റ് പറയാണ് ഇതൊരു തുകയ്ക്ക് അങ്ങോട്ട് പണിത് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെമോക്രസിയുടെ അല്ലെങ്കിൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്, നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാനായിട്ട്, ചിലപ്പോൾ അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാനായിട്ടുള്ള ഒരു അവസരം നഷ്ടപ്പെടുകയല്ലേ, അവസരം നഷ്ടപ്പെടുകയാണ്. സോ നമ്മളുടെ ഈ എന്താണ് നമ്മളുടെ ഇന്റർനാഷണൽ ഫ്രെയിംവർക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 1948 മുതൽ ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ മുതൽ ഈ റൈറ്റ് ടു ഇൻഫോർമേഷൻ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അന്ന് തുടങ്ങിയൊന്നുമല്ല തുടങ്ങിയത്, തോമസ് ജെഫേഴ്സന്റെ കാലഘട്ടങ്ങളിൽ മുതൽ, അതായത് അമേരിക്കൻ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ റൈറ്റ് ടു ഇൻഫോർമേഷൻ, സാധാരണ ആളുകൾക്ക് എന്ത് കൊടുക്കുക, ഇൻഫോർമേഷൻസ് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ന് മുന്നേ പറഞ്ഞു തുടങ്ങി. ഇന്ത്യയിൽ ഇതൊരു നിയമമായിട്ട് പ്രാബല്യത്തിൽ വരുന്നത് 2005 ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ഉത്സവം നടന്നത് 2005 എന്നൊക്കെ പലരും പറയാറുണ്ട്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഇന്ത്യയിൽ നടന്നത് 2005. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, കിസാൻ മസ്ദൂർ ശക്തി സങ്കേത് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു NGO ഒക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ദെൻ ഇതില് മേജർ ആയിട്ടുള്ള സെക്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് സെക്ഷൻ, നിങ്ങൾ ഏതൊരു ആക്ട് എടുത്തു കഴിഞ്ഞാലും ഏതൊരു ആക്ടിലെ 1ഉം 2ഉം സെക്ഷനുകൾ ഏറ്റവും ഇമ്പോർട്ടന്റ്ലി സെയിം ആയിരിക്കും. ഓക്കെ, ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ട് എന്ന് പറയുന്നു, ദെൻ അത് എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ ആക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ കേസ് 99 അങ്ങനെ ഒരു നിയമമൊന്നുമില്ല, ഒന്നാമത്തെ ആക്ടിൽ ഇന്നത് പറയണമെന്ന് നിയമമൊന്നുമില്ല. പക്ഷെ നോർമലി നിങ്ങൾ ഏതൊരു ആക്ട് എടുത്തു കഴിഞ്ഞാലും ഇന്ത്യയുടെയും അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രസിഡൻസ് ഉള്ള രാജ്യങ്ങളുടെ ആക്ടുകൾ, നിയമങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ആക്ട് ടൈറ്റിൽ ആയിരിക്കും, ടൈറ്റിൽ ഓഫ് കമൻമെന്റ്സ് എന്ന് പറയും. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നത് അതിന്റെ ഒരു ഡെഫിനേഷൻ ആയിരിക്കും, ഇന്ന ആക്ടുകൾ ഇന്നതിന്റെ ഒരു ഡെഫിനേഷൻ. ദെൻ ഇത് ഏതൊക്കെ സ്ഥലങ്ങളിൽ ആപ്ലിക്കബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് സെഷനിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഒരു ആക്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സെഷൻ. ദെൻ സെക്കൻഡ് സെക്ഷനിൽ ഈച്ച് ആൻഡ് എവരി ടേമിന്റെ ഡെഫിനേഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സെക്ഷൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെക്ഷൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യേക പേരുകൾ ഉണ്ടാവും. ഇപ്പോൾ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും ഈ ആക്ടിന്റെ അണ്ടറിൽ ഡിഫൈൻ ചെയ്യുകയായിരിക്കും. മോസ്റ്റ് ഓഫ് ദ ആക്ടിലും സെക്ഷൻ 2 ഉണ്ടാവുക. ഓക്കെ, സോ സെക്ഷൻ 2 എന്താണ് നിങ്ങൾക്കൊന്ന് മനപ്പാടമാക്കണം. അതിപ്പോൾ കമ്പനീസ് ആക്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും വേറെ ഏത് ആക്ട് വേണമെങ്കിലും എടുത്തു, സെബി ആക്ട് എടുത്തു കഴിഞ്ഞാലും സെബിയുടെ കീഴിൽ വരുന്ന സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി ആക്ടിന്റെ കീഴിൽ വരുന്ന ഡിഫറെന്റ് കാര്യങ്ങൾ. സോ ഏതൊരു ആക്ടിനെയും ഡിഫൈൻ ചെയ്യുന്നത് മോസ്റ്റ് പ്രോബബിളി സെക്ഷൻ 2 ഓക്കെ, സോ ഇവിടെയും ഡെഫിനേഷൻ തന്നെയാണ് സെക്ഷൻ 2 കാര്യങ്ങളിലും വരുന്നത്. ദെൻ പ്രധാനപ്പെട്ട മറ്റൊരു ആർട്ടിക്കിൾ വരുന്നത് സെക്ഷൻ 4 സെക്ഷൻ 4 ഈസ് സുവോ മോട്ടോ ഡിസ്ക്ലോഷർ. എന്താണ് സുവോ മോട്ടോ ഡിസ്ക്ലോഷർ? സുവോ മോട്ടോ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വിവരം തിരക്കുന്നതിന് മുന്നേ ആ വിവരം പ്രസിദ്ധീകരിച്ചിരിക്കണം. Okay, so proactively disclose information without waiting for the specific request. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഒന്ന്, ജനങ്ങൾക്ക് എന്താണ്
ക്വസ്റ്റ്യൻ ചോദിക്കാതെ തന്നെ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സീക്ക് ചെയ്യാതെ തന്നെ ഇൻഫോർമേഷൻ ലഭ്യമാകണം. സോ ഇൻഫോർമേഷന്റെ ഒരു ഡെസിമിനേഷന് വേണ്ടിയിട്ട്. രണ്ട്, ഗവർണൻസ് ഈസി ആക്കുക. എങ്ങനെയാണ് ഗവർണൻസ് ഈസി ആക്കുക? ഗവർണൻസ് ഈസി ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ, അതായത് നിങ്ങളൊരു ഡിസ്ട്രിക്ട് കളക്ടറായി നിങ്ങൾ ഒരു ജില്ലയിലെ അധിപനായിട്ട് ജില്ലാ ഓഫീസിലേക്ക് വന്ന് രാവിലെ 9 മണിക്ക് ഇരിക്കുകയാണ്. അവിടെ നിങ്ങളുടെ ടേബിളിന്റെ ഉള്ളിൽ ഒരു 500 റൈറ്റ് ടു ഇൻഫോർമേഷന്റെ പരാതികൾ അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫോർമേഷന്റെ ഇൻഫോർമേഷൻസ് കെട്ടിക്കിടക്കുകയാണെന്ന് വിചാരിച്ചു. ഓക്കെ, റൈറ്റ് ടു ഇൻഫോർമേഷന്റെ ഒരു 500 ഇൻഫോർമേഷൻസ് കെട്ടിക്കിടക്കുകയാണ്. നിങ്ങൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇരുന്നിട്ടും അത് തീരുന്നില്ല. ഓക്കെ, അതൊരു പ്രോബ്ലം അല്ലേ? അതൊരു ഗവർണൻസ് പ്രോബ്ലം അല്ലേ? സോ റൈറ്റ് ടു ഇൻഫോർമേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് റൈറ്റ് ടു ഇൻഫോർമേഷൻസ് മാത്രം നോക്കിയിരിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. കാരണം അപ്പോ എന്താണ്, നിങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുൻപേ, ജനങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുൻപേ അവർക്ക് വിവരം എത്തിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് വെബ്സൈറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഇൻഫോർമേഷൻ പബ്ലിക് നോട്ടിഫിക്കേഷനും ഗസറ്റുകളും നമ്മൾ പുറപ്പെടുവിക്കുന്നത്. സോ ഇങ്ങനെ ജനങ്ങളിലേക്ക് വിവരങ്ങൾ സുവോമോട്ടോ എത്തിക്കുക. ഏത് സെക്ഷനാണ്? സെക്ഷൻ 4 പ്രകാരമാണ് ഇത് പറയുന്നത്. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 8 ആണ്. ഏതാണ്? സെക്ഷൻ 8 ആണ്. സെക്ഷൻ 8 എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സെക്ഷൻ 8 പറഞ്ഞിരിക്കുന്നത് എക്സെപ്ഷനുകളാണ്. എന്താണ് എക്സെപ്ഷൻ? ഇൻഫോർമേഷൻസ് കൊടുക്കാതിരിക്കാൻ ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കാനായിട്ട് പാടില്ല. ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷർ ഓഫ് വിച്ച് would prejudicially affect the sovereignty and integrity of India, the security, strategic, scientific or economic interest of state. അതായത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന അല്ലെങ്കിൽ സോവറിനിറ്റി, പരമാധികാരത്തെയും ഇന്റഗ്രിറ്റിയെയും ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സ്റ്റേറ്റ് റിലേഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള നമ്മളുടെ ഫ്രണ്ട്ലി റിലേഷനെ ബാധിക്കുന്ന വിഷയങ്ങൾ. Then incitement to an offense. ഇത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വാക്കുകളൊക്കെ? അതായത് സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, ഫോറിൻ സ്റ്റേറ്റ്, റിലേഷൻ വിത്ത് ദ ഫോറിൻ സ്റ്റേറ്റ്, ഇൻസൈറ്റ്മെന്റ് ടു ആൻ ഒഫൻസ്, ദെൻ സ്ട്രാറ്റജിക് സെക്യൂരിറ്റി റിലേഷൻ. ആർട്ടിക്കിൾ 19(2). അതായത് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റിലെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ ലിമിറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും, ലിമിറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മളുടെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അത് മാത്രമല്ല, കോടതിയും ട്രിബ്യൂണൽസും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് കോടതിയും ട്രിബ്യൂണൽസും കൊടുക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ദെൻ എന്താണ്, എന്തെങ്കിലും ബ്രീച്ച് ഓഫ് പ്രിവിലേജുകൾ ക്രിയേറ്റ് ചെയ്യുന്ന, പാർലമെന്റിനോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനോ ബ്രീച്ച് ഓഫ് പ്രിവിലേജ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ അതുകൂടാണ്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അതായത് ഞാനൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു, അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അത് പ്രൊഡ്യൂസ് ചെയ്യുകയും ലാഭം ഉണ്ടാക്കുകയും ചെയ്യും. സോ അങ്ങനെ അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് കൊടുക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ഒരു സിനിമ നിർമ്മിച്ചു, അത് ആർക്കും ഡിസിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ട് മാറാൻ പറ്റുമോ? ഇല്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, കോപ്പി റൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, അല്ലെങ്കിൽ മറ്റുള്ള ടെററിസം ആക്ടിവിറ്റീസ്, അതുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യേണ്ട? നമ്മൾ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ട. ഇതിനെ എല്ലാം കൂടിയിട്ട് നമ്മൾ ചുരുക്കിയിരിക്കുന്നതാണ് പ്രൊവൈഡഡ് ദാറ്റ് ദ ഇൻഫോർമേഷൻ വിച്ച് cannot be denied to the parliament. പാർലമെന്റിന് ഡിനൈ ചെയ്യാത്ത ഒരു ഇൻഫോർമേഷനും സാധാരണ ജനങ്ങൾക്ക് ഡിനൈ ചെയ്യാനായിട്ട് പാടില്ല. എന്താണ്? പാർലമെന്റിന് ഡിനൈ ചെയ്യാത്ത ഒരു ഇൻഫോർമേഷനും സാധാരണ ജനങ്ങൾക്കും ഡിനൈ ചെയ്യാനായിട്ട് പാടില്ല. ഇവിടെയാണ് ഇൻഫോർമേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ കിടക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇൻഫോർമേഷൻ ആക്ട് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. സെക്ഷൻ 4 എന്താണ്? സുവോമോട്ടോ. ദെൻ സെക്ഷൻ 5 എനിക്ക് തോന്നുന്നു പബ്ലിക് അതോറിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. ആരാണ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള അതോറിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. ദെൻ സെക്ഷൻ 13, 14 നമ്മളുടെ ഇൻഫോർമേഷൻ കമ്മീഷനുകളെ കുറിച്ചിട്ട്, സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷനെ കുറിച്ചിട്ടും ദെൻ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷനെ കുറിച്ചിട്ടും വിവരിക്കുന്നതും അതിനുള്ള അതോറിറ്റി കൊടുക്കുന്നതും. ഓക്കെ, ദെൻ ഇവിടെ എന്താ പ്രശ്നം? അപ്പോൾ ഇൻഫോർമേഷൻ
ആൻഡ് എന്താണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ഇവിടെ പ്രശ്നം? നമ്മളുടെ ഇന്നത്തെ ഓപ്പൺ എഡിറ്റോറിയലിന്റെ പ്രശ്നം എന്താ? അതായത് ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് അല്ലെങ്കിൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പ്രൈവറ്റ് ഡാറ്റ അല്ലെങ്കിൽ ഒരാളുടെ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡിജിറ്റൽ ഡാറ്റകൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ട് ആണ്. ഓക്കെ, ഇതില് ഒരു പേഴ്സണെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അതായത് ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് കമ്പനീസ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും എന്തിന്റെ അണ്ടറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു? നമ്മുടെ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിൽ, ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ DPDPയുടെ ആക്ടിന്റെ അണ്ടറിൽ നമ്മൾ ഡിഫൈൻ ചെയ്തു. അതെന്താ അങ്ങനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് എന്താ പ്രശ്നം? നല്ല കാര്യമല്ലേ, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്നു. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡാറ്റയും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മളുടെ ഗവൺമെന്റിന്റെ അധികാരമല്ലേ? അധികാരമാണ്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ, അതായത് ഒരു പേഴ്സൺ എന്ന് പറയുന്നത്, അതായത് ഡിജിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിൽ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പേഴ്സൺ ഇൻക്ലൂഡ്സ് വാട്ട്? കമ്പനീസ്, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ. മനുഷ്യൻ എന്ന ഒരാൾ മാത്രമല്ല പേഴ്സൺ എന്ന് പറയുന്ന ഡെഫിനിഷനിൽ വരുന്നത് ഏത് ആക്ടിന്റെ അണ്ടറിൽ? നമ്മളുടെ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിൽ. വേറെ ആരൊക്കെ വരും? മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയെയുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ട് പേടിക്കേണ്ട. ഇൻകം ടാക്സ് ആക്ടില് ഇൻകം കണക്കാക്കുന്ന ഒരു പഴയ വ്യവസ്ഥയാണ് ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇൻകം ടാക്സ് ആക്ട് മാത്രമല്ല, നമ്മളുടെ ഇൻകംസ് ഡിവൈഡ് ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ പാർട്ണർഷിപ്പ് എന്ന് പറയാറുണ്ട്. പാർട്ണർഷിപ്പിൽ ഒരു കട നടത്തുന്നു, അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ ആയിട്ട് ഒരു കട നടത്തുന്നു, അല്ലെങ്കിൽ ഒരു കമ്പനി കട നടത്തുന്നു. ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി, അദാനി എന്ന് പറയുന്ന കമ്പനി കട നടത്തുന്നു. അതുപോലെ ഇങ്ങനെയുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ലീഗൽ എൻറ്റിറ്റി ഉള്ള അല്ലെങ്കിൽ ലീഗാലിറ്റി ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. പണ്ട് കുടുംബ വ്യവസ്ഥയായിരുന്നല്ലോ. അപ്പൊ അവരെല്ലാവരും കൂടിയാണ് നമ്മളുടെ എന്ത് നടത്തിക്കൊണ്ടിരുന്നത്? നമ്മളുടെ ബിസിനസ്സുകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. സോ ഇൻകം ടാക്സ് ആക്ടിലുള്ള ഒരു ഡെഫിനേഷൻ ആണ് ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ. ഓക്കെ, മനസ്സിലായോ? സോ ആ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെയും ഇവിടെ എന്തായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഒരു പേഴ്സൺ ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. പക്ഷേ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിന്റെ അണ്ടറിലുള്ള പേഴ്സൺ ഈസ് ഓൺലി ഹ്യൂമൻ പേഴ്സൺ. ഓക്കെ, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിന്റെ അണ്ടറിലുള്ള പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഈസ് എ ഹ്യൂമൻ പേഴ്സൺ. അപ്പൊ എന്താ പ്രശ്നം? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെ ഒരു കേസ് പറയുന്നുണ്ട്, രാജസ്ഥാനിലെ ഒരു കേസ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നു. അതായത് നിങ്ങൾ പെൻഷൻ കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ്. രാജസ്ഥാൻ ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുന്നു. പെൻഷനിലുള്ള അക്രമങ്ങൾ അല്ലെങ്കിൽ പെൻഷനിലുള്ള നമ്മളുടെ ഡിസ്ക്രിപ്പൻസീസ് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർക്കൊക്കെയാണ് നിലവിൽ പെൻഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് പെൻഷൻ ഇല്ലാത്തവർ, ചിലവർ മരിച്ചു പോയവരുടെ പേരിൽ പെൻഷൻ വാങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ ചില ഗോസ്റ്റ് പെൻഷനേഴ്സ് ഉണ്ടാവും. അതായത് അവർ ആക്ച്വലി നിലവിലില്ല, പക്ഷേ അവരുടെ പേരുപയോഗിച്ച് വേറെ ആരൊക്കെയോ പെൻഷൻ വാങ്ങുന്നു. സോ ഈ ഡിസ്ക്രിപ്പൻസീസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേഴ്സണൽ ഡാറ്റയല്ലേ പോകുന്നത്? ഫോർ എക്സാമ്പിൾ KSRTCയിലെ പെൻഷനാണ് നമുക്ക് കിട്ടേണ്ടത്. സോ KSRTC സംബന്ധിച്ചിടത്തോളം, KSRTC എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്താണ്? അവരുടെ കമ്പ്യൂട്ടറിൽ ചെയ്തിരിക്കുന്ന ഡാറ്റയാണ്, ഇൻഫോർമേഷൻ ആണ്. അത് അവരുടെ പേഴ്സണൽ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനിൽ വരുമോ? പേഴ്സണൽ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനിൽ വരും. അപ്പോ എന്താണ്? കറപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഈ ഡാറ്റ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാൻ പറ്റുമല്ലോ? പറ്റും. ഏത് പ്രൊവിഷന്റെ അണ്ടറിൽ? ഡാറ്റ പ്രൊട്ടക്ഷന്റെ ആക്ടിന്റെ അണ്ടറിൽ കൊടുക്കാതിരിക്കാൻ പറ്റും. ഇത് ഞങ്ങളുടെ പേഴ്സണൽ ഡാറ്റയാണ്, ഇത് നിങ്ങൾ ലിമിറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരങ്ങളുണ്ട്. എക്സാമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വാർത്താ സമ്മേളനം നടത്തി. എന്നിട്ട് അദ്ദേഹം വികാരാതീതനായിട്ടൊരു കാര്യം പറഞ്ഞു. നമ്മളുടെ അമ്മ പെങ്ങന്മാരുടെ ഡാറ്റയൊക്കെ, നമ്മളുടെ അമ്മ പെങ്ങന്മാരുടെ വീഡിയോ
വോട്ട് ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ എല്ലാം നമ്മൾ കോൺഗ്രസിന് കൊടുക്കണോ? നമ്മളുടെ അമ്മ പെങ്ങന്മാരുടെ ഡാറ്റ നിങ്ങൾ കൊടുക്കണം? അത് ഞങ്ങളുടെ പേഴ്സണൽ ഡാറ്റ അല്ലേ എന്ന് പറഞ്ഞ് വികാരാദിത്യനൊക്കെ പറഞ്ഞു. പിന്നെ എന്തിനാ അത് റെക്കോർഡ് ചെയ്തേ? കറപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഒരാൾ ഡാറ്റ ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത് റെക്കോർഡ് ചെയ്തത്? സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അത് തന്നെയാണ് ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിലും നടക്കാൻ പോകുന്നത്. സോ ഇതിന്റെ ഡെഫിനേഷൻ വലുതാക്കി വെച്ചിട്ടുണ്ട്. ശരിയാണ്, എല്ലാവരുടെ ഡാറ്റയും പ്രൊട്ടക്ട് ചെയ്യണം. പക്ഷേ ഇത് വേണമെങ്കിൽ ചിലപ്പോൾ എന്തിന്റെ ടൂളായിട്ട് യൂസ് ചെയ്യാം? നമ്മളുടെ റൈറ്റ് ടു ഇൻഫോർമേഷനെ ഡിനൈ ചെയ്യാനായിട്ടുള്ള ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഹെഡിങ് ഒന്ന് വായിച്ചേ. റൈറ്റ് ടു ഇൻഫോർമേഷൻ ഷിഫ്റ്റ് ടു എ റൈറ്റ് ടു ഡിനൈ ഇൻഫോർമേഷൻ. സോ ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിലെ ഈ ഒരു കേസ് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനേഷൻ കൊണ്ട് നമ്മളുടെ റൈറ്റ് ടു ഇൻഫോർമേഷനെ, അല്ലെങ്കിൽ നമ്മളുടെ ഇൻഫോർമേഷനുള്ള റൈറ്റിനെ ഡിനൈ ചെയ്യാനായിട്ടുള്ള ഒരു സന്ദർഭം ക്രിയേറ്റ് ചെയ്യാം. സോ അതിനെതിരെയാണ്, അല്ലെങ്കിൽ അതും ഡിഫൈൻ ചെയ്തതാണ്, അല്ലെങ്കിൽ അതിനൊന്ന് തുറന്നു കാട്ടുന്നതാണ് ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ. സോ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത്, ഒരു ഡാറ്റ പ്രൈവസി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പേഴ്സണൽ പ്രൈവസി എന്ന് പറയുന്ന കാര്യം ഏതാണ് കേസ് ലോ? ഓർക്കുന്നുണ്ടോ? 2017 നമ്മളുടെ ആധാറുമായി ബന്ധപ്പെട്ട് കേസ് ലോ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നോ? ഏതാണ്? പുട്ടസ്വാമി വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, ദ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്. നമ്മളുടെ ആധാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുട്ടസ്വാമി കേസ്. എന്താണ്? റൈറ്റ് ടു പ്രൈവസിയെ സുപ്രീം കോടതി ശരിവെച്ചു. നിങ്ങളുടെ റൈറ്റ് ടു പ്രൈവസി ഞങ്ങൾ അംഗീകരിക്കുന്നു, അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ആർട്ടിക്കിൾ 21 പ്രകാരം. പക്ഷേ ആ കേസിലും സുപ്രീം കോടതി പറഞ്ഞു, കേസ് ടു കേസ്, ഓരോ കേസിനും അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഈ റൈറ്റ് ടു പ്രൈവസിയെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഡാറ്റ പ്രൈവസി ബില്ലില്, അല്ലെങ്കിൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലില് ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇത്രയും എൻലാർജ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക? നമ്മളുടെ ഇൻഫോർമേഷൻ ചോദിക്കുമ്പോൾ പ്രൈവസി എന്ന് പറയുന്ന ഒരു കൺസേൺ, അല്ലെങ്കിൽ ഒരു മുടന്തൻ ന്യായം പറയാനായിട്ട് ആളുകൾക്ക് സാധിക്കും. അതൊരു ഹ്യൂജ് പ്രോബ്ലം ചിലപ്പോൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും പലരും ഇതിനെക്കുറിച്ചിട്ട് അവെയർ അല്ല. കാരണം ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ എന്ന് പറയുമ്പോൾ അത് മറ്റൊരു ലോ ആയിട്ടാണ് പലപ്പോഴും കാണുന്നത്. പക്ഷേ ഓദർ ഇവിടെ എടുത്തു പറയുന്നു അങ്ങനെയല്ല, കാരണം ഇതിന് രണ്ടിനും കണക്ഷൻ ഉണ്ട്. ചിലപ്പോൾ ആളുകൾ ഇത് മിസ്യൂസ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. സോ അത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ആ ഒരു ഡിസ്കഷൻ കൃത്യമായിട്ട് മനസ്സിലായല്ലോ? ഇനി അതിലൊരു സംശയം ഉണ്ടാകരുത്. ദെൻ റൈറ്റ് ടു ഇൻഫോർമേഷൻ പറഞ്ഞപ്പോൾ വിട്ടുപോയ ഒരു കാര്യമാണ്, അതായത് നിങ്ങളുടെ ജീവനും സ്വത്തിനെയും ബാധിക്കുന്ന, അല്ലെങ്കിൽ ജീവനെ ബാധിക്കുന്ന ഒരു ഇൻഫോർമേഷൻ ആണ് എങ്കിൽ അത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ 48 മണിക്കൂറിനുള്ളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അർജന്റ് മാറ്ററിലാണെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിൽ? 48 മണിക്കൂറിനുള്ളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫോർമേഷന്റെ അണ്ടറിൽ നിങ്ങളൊരു ഇൻഫോർമേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു റിട്രസൽ സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദിവസത്തിനുള്ളിൽ? 30 ദിവസത്തിനുള്ളിലായിരിക്കണം നിങ്ങൾക്ക് അത് കിട്ടേണ്ടത്. അത് ജീവനെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് ആ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണം, സർക്കാർ ആശുപത്രിയിൽ നിന്ന് ആ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു എമർജൻസി സർജറി ചെയ്യാനായിട്ട്, ആ സർജറി ചെയ്യാൻ ഒരു 30 ദിവസം വെയിറ്റ് ചെയ്യൂ. നമ്മൾ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഉണ്ട്, പക്ഷെ 30 ദിവസത്തിനുള്ളിൽ ചെയ്താൽ മതി എന്നാണ് നമുക്ക് എന്ന് പറയാനായിട്ട് പറ്റൂ? ഇല്ല, വിത്തിൻ 48 അവേഴ്സ് നിങ്ങൾക്ക് ആ ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, സോ അത് ഞാൻ അവിടെ ആഡ് ചെയ്യേണ്ടതായിരുന്നു, റൈറ്റ് ടു ഇൻഫോർമേഷൻ സമയത്ത് ആഡ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വിട്ടുപോയി. അത് ഞാൻ വീണ്ടും നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. സോ ഈ ഒരു ഡിസ്പാരിറ്റി മനസ്സിലായല്ലോ? ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പ്രശ്നവും ദെൻ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിനെ അതെങ്ങനെയാണ് ഡിനൈ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡിസ്കഷനിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ട്രൈബൽ വുമൻസിന്റെ സക്സഷനറി റൈറ്റ്, അതായത് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ട്രൈബൽ വുമൻസിനുള്ള റൈറ്റുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ രാംചരൺ വെസസ് ഷുഗറാം കേസ് എന്ന് പറയുന്ന ഒരു കേസ്, ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ഈ 17-ാം തീയതി എന്ത് ചെയ്തിരിക്കുകയാണ്? സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, സോ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയില് ട്രൈബൽ വുമൻസിന് ട്രൈബൽ വുമൻസിന്
സ്വത്തവകാശമുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ, വുമൺസിന് സ്വത്തവകാശം ഉണ്ടോ? ഇന്ത്യയിൽ വുമൺസിന് അവരുടെ പിതാവിന്റെയും മാതാവിന്റെയും ഭൂമിയിൽ സ്വത്ത് അവകാശം ഉണ്ടോ? സ്വത്ത് അവകാശമുണ്ട്. പുരുഷനും സ്ത്രീക്കും ഈക്വൽ, അതായത് മക്കൾ രണ്ടുപേരും, ഒരു സ്ത്രീയും ഒരു പുരുഷനും ഉണ്ടെങ്കിൽ അവർക്ക് ഈക്വൽ ആയിട്ടാണ് ഭൂമി അവകാശമുള്ളത്. ഏത് ആക്ടിലാണ് പറയുന്നത്? ഹിന്ദു സക്സഷൻ ആക്ട് 2005. ഓക്കെ, ഏതാണ് ആക്ട്? ഹിന്ദു സക്സഷൻ ആക്ട് 2005 പ്രകാരം ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട് നമുക്ക് 1985. വേറെ എന്തൊക്കെ പരിപാടികളുണ്ട്? സിവിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഡിഫറെന്റ് ആക്ടുകൾ നമുക്കുണ്ട്. മാരേജിന് ഒരു ആക്ട്, സക്സഷന് വേറൊരു ആക്ട്, ദെൻ ഡിവോഴ്സിന് വേറൊരു ആക്ട്. ഡിവോഴ്സ് ഒക്കെ ഏത് ആക്ടിന്റെ അണ്ടറിലാണ് നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും സംശയമാണ്. ഏത് ആക്ടിന്റെ അണ്ടറിലാണ്? അതായത് നിങ്ങൾ നിങ്ങൾ ഇവിടെ ഹിന്ദു ആചാരപ്രകാരം നിങ്ങൾ ഒരു മാരേജ് ചെയ്തു, ക്രിസ്ത്യൻ ആചാരപ്രകാരം നിങ്ങൾ ഒരു മാരേജ് ചെയ്തു, അല്ലെങ്കിൽ മുസ്ലിം ആചാരപ്രകാരം നിങ്ങൾ ഒരു മാരേജ് ചെയ്തു. നിങ്ങൾ നമ്മളുടെ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അതായത് പഞ്ചായത്തിൽ നിങ്ങൾക്ക് ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കോടതിയിലേക്ക് പോകാൻ പറ്റുമോ? ഡിവോഴ്സിന് വേണ്ടിയിട്ട് കോടതിയിലേക്ക് പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാരേജ് ആക്ടുകൾ പ്രകാരം എന്താണ്, ലീഗലൈസ്ഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇതൊക്കെ പലർക്കും സംശയമുണ്ട്. സംശയം ഉണ്ടാകുന്നതിനുള്ള കാരണം പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസൺ ഒന്നുമല്ല. ഇത് ചറപറ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആർട്ടിക്കിളുകളും ഈ സെക്ഷനുകളും ഈ ലോസും കിടക്കുന്നത്. നമ്മളുടെ സക്സഷന് വേറൊരു നിയമം, ദെൻ എന്തിന് വേറൊരു നിയമം, മാരേജിന് വേറൊരു നിയമം, എന്താണ് ഡിവോഴ്സിന് വേറൊരു നിയമം, ദെൻ എഡ്യൂക്കേഷന് വേറൊരു നിയമം. ഇങ്ങനെ ഡിഫറെന്റ് നിയമങ്ങളാണ് കിടക്കുന്നത്. ഇതിനെ ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് യൂണിഫോം സിവിൽ കോഡ്? സോ സിവിൽ നിയമങ്ങളെല്ലാം, മാരേജ്, സ്വത്തവകാശം, സക്സഷൻ, സ്വത്ത് കൈമാറ്റം, ഇത് വരുന്ന സിവിൽ നിയമങ്ങളെല്ലാം, ഒരു പേഴ്സണെ ബാധിക്കുന്ന സിവിൽ നിയമങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കുക എന്നുള്ളതാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പേരിന്റെ സംശയം നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവല്ലോ. യൂണിഫോം സിവിൽ കോഡ്. ഇതിൽ പറയുന്ന സിവിൽ എന്താണ്? സിവിൽ സർവീസിന്റെ സിവിലാണ്. സിവിൽ സർവീസിന്റെയും സിവിൽ തന്നെയാണ്. സിവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമങ്ങളും. സോ രണ്ട് കോടതികളില്ലേ, സിവിൽ കോടതികളും ഉണ്ട്, എന്തുണ്ട്, ക്രിമിനൽ കോടതികളും ഉണ്ട്. ഓക്കെ, സിവിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു വണ്ടി ചെക്ക് എന്ത് ചെയ്യുന്നു? നിങ്ങളൊരു ചെക്ക്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ അണ്ടറിൽ വരുന്ന ഒരു ചെക്ക് നിങ്ങൾ കൊടുത്തിട്ട് അതിൽ പണമില്ലായിരുന്നു. അപ്പോ നിങ്ങൾ എന്ത് പറയും? ആ ചെക്കിനെ വണ്ടി ചെക്ക് എന്ന് പറയും നമ്മൾ. ഓക്കെ, നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ടിൽ പണമില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങളൊരു ചെക്ക് എഴുതി കൊടുക്കുകയും ചെക്ക് വഴി ട്രാൻസാക്ഷൻ ചെയ്യുകയും ചെയ്യും. സോ അങ്ങനെയുള്ളതിനെ നമ്മൾ ഏത് കോടതിയിലേക്ക് വിടും? ക്രിമിനൽ കോടതിയിലേക്ക് വിടും? ഇല്ല, സിവിൽ കോടതിയിലേക്ക് പോകും. സോ കഴിഞ്ഞ കൊല്ലം ഇതിനെ ക്രിമിനലൈസ് ചെയ്യണമെന്ന് പറഞ്ഞൊരു നിയമം വന്നിരുന്നു. ദെൻ അതിന് വീണ്ടും പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിവിൽ നിയമങ്ങൾ എന്ന് പറയുന്നത്. ദെൻ ക്രിമിനൽ നിയമം, നിങ്ങൾ ഒരാളെ പിടിച്ചടിച്ചു അല്ലെങ്കിൽ വധശ്രമത്തിന് ചെയ്തു, അപ്പൊ അതെല്ലാം ക്രിമിനൽ കോടതിയിലേക്ക് പോകും. സോ സിവിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ക്രോഡീകരിച്ചൊരു രൂപം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തിന്റെ അടിസ്ഥാനം? നമ്മളുടെ യൂണിഫോം സിവിൽ കോഡിന്റെ അടിസ്ഥാനം. ഓക്കെ, സോ ഫസ്റ്റ് കാര്യം ക്ലിയർ ആയല്ലോ, യൂണിഫോം സിവിൽ കോഡ് എന്താണ്. ദെൻ ഇയാൾ എന്താണ് ഈ യൂണിഫോം സിവിൽ കോഡ് ഇവിടെ വന്ന് പറയുന്നത് എന്നൊരു സംശയം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ട്രൈബൽസിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം എന്താണ്? ട്രൈബൽസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം എന്താണ്? അവർക്ക് പെർട്ടിക്കുലർലി കസ്റ്റംസും പെർട്ടിക്കുലർ ആയിട്ടുള്ള ആചാരങ്ങളും പെർട്ടിക്കുലർ ആയിട്ടുള്ള സക്സഷൻ റൈറ്റുകളും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ബോഡോലാൻഡ് ടെറിറ്റോറിയൽ റീജിയൻ പഠിച്ചു ഓർക്കുന്നുണ്ടോ? 4 ഡിസ്ട്രിക്റ്റുകൾ ഉണ്ട്. അവിടെ ഓട്ടോണമസ് പദവി കൊടുത്തിരിക്കുകയാണ് ബോഡോലാൻഡ് ടെറിറ്റോറിയൽ റീജിയൻ. സോ അവിടെയുള്ള ബോഡോ എന്ന് പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ആചാരങ്ങൾ സാധാരണ ആളുകളുടെ ആചാരങ്ങളല്ല. ചിലപ്പോൾ അവിടെ ഒരു മാട്രിലീനിയൽ സിസ്റ്റം ആയിരിക്കും ഭരിക്കുന്നത്. നോർത്ത് ഈസ്റ്റില് നാഗ കമ്മ്യൂണിറ്റികളുടെ ഇടയിൽ അവിടെയുള്ള ആചാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകളുടെ ആചാരമായിരിക്കില്ല. സോ അവിടെ മാരേജിന് ഒരു പെർട്ടിക്കുലർ എന്തുണ്ടാവും? ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ചിലപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് ഭാര്യയുടെ വീട്ടിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും ചിലപ്പോൾ ഒരു സ്ഥലത്തായിരിക്കും താമസിക്കുന്നത്.
അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റിക്ക് ചിലപ്പോ പാലിച്ചു പോകുന്ന രീതികളായിരിക്കില്ല ചിലപ്പോ ഈ വരുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിൽ ഒരു കാര്യമാണ്. സോ അതിനെല്ലാം ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിലൊരു കാര്യമല്ല. സോ അങ്ങനെയുള്ള കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓട്ടോണമസ് കൗൺസിലും അല്ലെങ്കിൽ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയൻ പോലെയുള്ള കൗൺസിലുകളും സിസ്റ്റവും ഓട്ടോണമസ് പദവിയെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ഓട്ടോണമസ് പദവി കൊടുത്തപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് അവരുടെ നിയമങ്ങൾ അവർക്ക് ക്രിയേറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു നിയമം കൊടുക്കണമെങ്കിൽ, ഏതെങ്കിലും ഒരു നിയമം അങ്ങടേക്ക് പാസ്സാകണമെങ്കിൽ ആരാണ് അവിടെ അതോറിറ്റി? പാർലമെന്റ് ആണോ? നമ്മളുടെ പ്രൈം മിനിസ്റ്റർ ആണോ? ചീഫ് മിനിസ്റ്റർ ആണോ? അല്ല, ഗവർണറാണ്. ഗവർണർ പറയും ഈ നിയമത്തിലെ ചില പാർട്ടുകൾ ഞാൻ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചെറിയ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ചേഞ്ചസ് വരുത്തിയിട്ട് മാത്രമേ ഇപ്പോൾ ആസാമിലെ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയനിൽ കൂടി ഇത് ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു പരമാധികാരം ആർക്ക് കൊടുത്തിട്ടുണ്ട്? നമ്മളുടെ ഗവർണേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സക്സഷന്റെ കേസ് വരിക. ഇന്ത്യയില് ഈക്വൽ സക്സഷൻ വരുന്നത്, അതായത് നമ്മളുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈക്വൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയുന്നത് ഏത് ആക്ടിലാണ്? ഹിന്ദു സക്സഷൻ ആക്ട് 2005 എടുത്തങ്ങോട്ട് പറഞ്ഞത് കോടതി. ഈക്വൽ ആയിട്ട് രണ്ടുപേർക്കും റൈറ്റ് ഉണ്ട്. സ്ത്രീ ചിലപ്പോ കല്യാണം കഴിച്ച് വേറെ വീട്ടിലേക്ക് പോകുന്ന ഒരാളായിരിക്കാം, പക്ഷേ റൈറ്റ് ഉണ്ട്. ഈക്വൽ റൈറ്റ് ആയിരിക്കണം. ഒരു ഭൂമി വീതം വെക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഈക്വലി കൊടുത്തോളാം. പ്രശ്നം ഉണ്ടെങ്കിൽ കോടതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഞങ്ങൾ ഇത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയുള്ളൂ എന്ന് കോടതി പറഞ്ഞു. ഇതിനെയാണ് ഹിന്ദു സക്സഷൻ ആക്ട് 2005. പക്ഷേ ഇത് ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് ആപ്ലിക്കബിൾ ആണോ? അല്ല, ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് ആപ്ലിക്കബിൾ അല്ല. കാരണം നമ്മളുടെ 5th ഉം 6th ഉം ഷെഡ്യൂൾ ഏരിയാസിൽ വരുന്ന ട്രൈബൽ ഏരിയാസിനെ ഇതിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. കാരണം എന്താണ്? അവർക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള കസ്റ്റം ഉണ്ട്, സ്പെസിഫൈഡ് ആയിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. ഓക്കെ, അത് അവിടെയുള്ള വുമൻസിന്റെ റൈറ്റിനെ ഡിനൈ ചെയ്യുമോ? ചിലപ്പോ ഡിനൈ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ലാൻഡ് അവിടെ ഒരു ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ആയിട്ടല്ല പലപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ലാൻഡ് ഒരു കമ്മ്യൂണിറ്റി റൈറ്റ് ആയിട്ടാണ് അവിടെ കണക്കാക്കുന്നത് പല സ്ഥലങ്ങളിലും. ഓക്കെ, സോ ലാൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ് അല്ലെങ്കിൽ അതെങ്ങനെ ഡിവൈഡ് ചെയ്യും? അതൊരു പ്രോബ്ലം അല്ലേ? ദെൻ വേറെ എന്തൊക്കെ പ്രോബ്ലങ്ങളുണ്ട്? ലാൻഡ് ഏലിയനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു സ്ത്രീ അവിടെ പാട്രിലീനിയൽ സിസ്റ്റം, നമ്മളുടെ പോലെയുള്ള പാട്രിലീനിയൽ സിസ്റ്റം, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പുരുഷ ആധിപത്യമാണ്. പുരുഷന്റെ വീട്ടിലേക്ക് ആര് പോകുന്നു? സ്ത്രീ പോകുന്ന പാട്രിലീനിയൽ സിസ്റ്റത്തിൽ തന്നെയാണ് അവിടെ ജീവിച്ചു പോകുന്നത്. സോ വുമൻസിന് അവിടെ പെർട്ടിക്കുലർലി ഭൂമിയുടെ അവകാശം ഉണ്ടെങ്കിൽ ട്രൈബൽ ഏരിയ, ഫോർ എക്സാമ്പിൾ ഒരു ട്രൈബൽ സ്ത്രീ ഒരു നോൺ ട്രൈബലിനെ മാരി ചെയ്യുകയാണ്. നമ്മൾ കേരളത്തിലെ ഈ കുറ്റിയാടി കല്യാണങ്ങൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറ്റിയാടി കല്യാണങ്ങൾ, അതായത് കുറ്റിയാടി എന്ന് പറയുന്ന ട്രൈബൽ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കുറ്റിയാടിയോടും അതിനോടനുബന്ധിച്ച് കിടക്കുന്ന ചില പ്രദേശങ്ങളിലെയും ട്രൈബൽ വുമൻസ് പെർട്ടിക്കുലർലി നോൺ ട്രൈബൽ കമ്മ്യൂണിറ്റീസിലേക്ക് അല്ലെങ്കിൽ നോൺ ട്രൈബൽ ആയിട്ടുള്ള ആളുകളിലേക്ക് കല്യാണം കഴിച്ച് പോകുന്ന ഒരവസ്ഥ അവിടെയുള്ള നമ്മളെ കുടുംബശ്രീയിലെ ചേച്ചിമാര് കണ്ടെത്തി. കുടുംബശ്രീ സർവേ നടത്തുകയും ഈ കുറ്റിയാടി കല്യാണം എന്നാണ് ഇതിനെ വിളിച്ചു പോകുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ടായതായിട്ട് കണ്ടെത്തി. അതിന് രണ്ട് രീതിയിലും പറയുന്നുണ്ട്. അതായത് ട്രൈബൽ കൾച്ചർ അത് വിഘടിച്ചു പോകുമെന്നും അല്ലെങ്കിൽ കുറച്ചും കൂടി ആളുകൾ എംപവർ ആകും എന്ന് പറയുന്ന രണ്ട് ഡിസ്കഷനും കേരളത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ റീസെന്റ് ഹിസ്റ്ററിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാതൃഭൂമി പത്രത്തിലൊക്കെയാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് അവര് ഓപ്പൺ എഡിറ്റോറിയൽ കോളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതുപോലെ ഈ ട്രൈബൽ വുമൻസ് പുറത്തേക്ക് കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രൈബൽ ഏരിയ ലാൻഡ് ഏലിയനേറ്റഡ് ആയിട്ട് മാറില്ലേ? അതായത് നോൺ ട്രൈബൽ ആയിട്ടുള്ള ആളുകൾ വന്ന് കൈയടക്കാനായിട്ടുള്ള സാധ്യതയില്ലേ? ഉണ്ട്. സോ ഈ കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ട്രൈബൽ വുമൻസിന്റെ സക്സഷനെ എന്ത് ചെയ്യാൻ പറ്റുമോ? ഡിനൈ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പറ്റില്ല എന്നാണ് ഏത് കേസില്? രാംചരൺ വെസസ് ശുക്റാം കേസ്. നിങ്ങൾ ഈ കേസ് വായിക്കുമ്പോൾ രാംചരൺ അതേഴ്സ് വെസസ് ശുക്റാം ആൻഡ് അതേഴ്സ്, സിംപ്ലി രാംചരൺ വെസസ് ശുക്റാം കേസ് ഓഫ് 2025.
സോ റീസെന്റ് ആയിട്ട് നടന്നിരിക്കുന്ന കേസാണ് രാംചരൺ വേഴ്സസ് ശുക്രാം കേസിൽ സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതി എന്ത് പറഞ്ഞു? മക്കളെ, സ്ത്രീ ട്രൈബലോ നോൺ ട്രൈബലോ ആയിക്കോട്ടെ, സ്ഥലം ട്രൈബലോ നോൺ ട്രൈബലോ ആയിക്കോട്ടെ, കസ്റ്റംസ് എന്താണ് ആര് നിർമ്മിക്കുന്നതോ ആയിക്കോട്ടെ, സ്ത്രീകളുടെ കേസുകളിൽ ഈക്വൽ റൈറ്റ് ആണുള്ളത്. അത് ആർട്ടിക്കിൾ 14 ഡിനൈ ചെയ്യാൻ പാടില്ല. The state shall not deny any person equality before law or equal protection of laws. ആർട്ടിക്കിൾ 14 പറയുന്നത് അല്ലേ, the state shall not deny any person equality before law or equal protection of law. സോ ഈ ഈക്വാലിറ്റിയെ ഡിനൈ ചെയ്യാനായിട്ട് പാടില്ല, അത് എവിടെയായിരുന്നാലും നമ്മളുടെ കസ്റ്റംസ് വെച്ചുകൊണ്ട്. സോ കസ്റ്റംസ് നിയമമാണോ, അതായത് ഒരു ആചാരം നിയമമാണോ? ആചാരം നിയമമാകാം. നിങ്ങൾ ആർട്ടിക്കിൾ 12 അണ്ടറിൽ കസ്റ്റംസ് നിയമമാണ് എന്ന് പഠിച്ചിട്ടുണ്ടോ? ആർട്ടിക്കിൾ നിയമമാണ് എന്ന് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ പല കേസുകളിലും, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ കേസുകളിലാണ് പറഞ്ഞിരിക്കുന്നത്, പല കേസുകളിലും കസ്റ്റംസിനെ കോടതി ഡിഫൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, പർദ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലെ. മുസ്ലിം സ്ത്രീകൾ പർദയിടുന്നു, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളെ എങ്ങടേക്ക് കയറ്റുന്നില്ല, നമ്മളുടെ മോസ്കുകളിലേക്ക് കയറ്റുന്നില്ല. നമ്മളുടെ ക്രിസ്ത്യൻ പള്ളികളിൽ പുരുഷന്മാര് മാത്രമേ വൈദികനായിട്ട് വരുന്നുള്ളൂ, സ്ത്രീകൾ വൈദികനായിട്ട് വരുന്നില്ല. സോ ഇതെല്ലാം കസ്റ്റമാണോ? ആ കസ്റ്റം ഒരു നിയമമാണോ എന്ന് കോടതി എങ്ങനെ ഡിഫൈൻ ചെയ്യും? കോടതി ഡിഫൈൻ ചെയ്യുന്നത് ഒരൊറ്റ പ്രിൻസിപ്പിൾ ആണ്, എഴുതി വെക്കുക. കസ്റ്റംസിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഡോക്ട്രൈൻ. എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്, ERP ഡോക്ട്രൈൻ എന്ന് പറയും. സോ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഡോക്ട്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പെർട്ടിക്കുലർ റിലീജിയസ് കേസ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു കസ്റ്റം എടുത്തു കഴിഞ്ഞാൽ, അത് ആ റിലീജിയന്റെ എസെൻഷ്യൽ പ്രാക്ടീസസ് ആണോ, അല്ലെങ്കിൽ ആ റിലീജിയൻ നിലനിൽക്കാനായിട്ട് പണ്ട് മുതലേ ആവശ്യമായിട്ടുള്ള ഒരു ഡോക്ട്രൈൻ ആണോ എന്ന് കോടതി ചെക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജൈനിസത്തില് മരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, അതായത് പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെന്താ പറയുന്നത്? സല്ലേഖന എന്ന് പറയുന്നത്. ഓക്കെ, സല്ലേഖന അല്ലെങ്കിൽ സന്താര എന്നാണ് പറയുന്നത്. സോ സല്ലേഖന എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് നിങ്ങൾ ലൈഫിൽ എല്ലാം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യു സ്റ്റാവ്, അതായത് നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കില്ല, നിങ്ങൾ ദൈവത്തിലേക്ക്, ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല ജൈനിസത്തില്, അല്ലെങ്കിൽ എന്താ അറ്റൈൻ ചെയ്യുക? നിർവാണ അല്ലെങ്കിൽ പരം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നു. ജൈനനിലേക്ക് നിങ്ങൾ ലയിച്ചു ചേരാനായിട്ട് പോകുന്നു. അപ്പൊ നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കില്ല, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മരിച്ചു പോകും. അത് ജൈനിസത്തിന്റെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് ആണോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കോടതി എന്ത് പറഞ്ഞു? അത് മുൻ പ്രിഡിസൻസ് ഒക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് പറഞ്ഞു അത് ജൈനിസത്തിന്റെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് ആണ് എന്ന് കോടതി അംഗീകരിച്ചു. ഓക്കെ, സോ ജൈനിസം പഠിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം പഠിക്കും. സോ അങ്ങനെ കോടതികൾ നോക്കുന്നത് ഏത് ഡോക്ട്രൈൻ അനുസരിച്ചിട്ടാണ്? എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് എന്ന് പറയുന്ന ഒരു ഡോക്ട്രൈൻ നോക്കിക്കൊണ്ടാണ്. ഓക്കെ, സോ കസ്റ്റംസിനെ ഡിഫൈൻ ചെയ്യുന്നതും ഇങ്ങനെയാണ്. കോടതി കേസ് ബൈ കേസ് ആണ് ഓരോ കസ്റ്റത്തിനെയും ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ സക്സഷൻ എന്ന് പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ കസ്റ്റത്തിന് രാംചരൺ വെർസസ് ശുഗ്രാം കേസിൽ കോടതി തടയിട്ടിരിക്കുകയാണ്. കോടതി പറഞ്ഞു എന്താണ്, നമ്മളുടെ ഈ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ മേലെ തുല്യ അവകാശം സ്ത്രീക്കും പുരുഷനുമുണ്ട്. ഇത് നമ്മളുടെ ബേസിക് കോടതികളിൽ ആദ്യം ഫസ്റ്റ് കോടതിയിലേക്ക് വന്നു, ദെൻ ഹൈക്കോടതിയിൽ അപ്പീലേറ്റ് പോയി, ഹൈക്കോടതിയും ഇത് കസ്റ്റംസിന്റെ കേസും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കസ്റ്റംസിന്റെ പേരും പറഞ്ഞിട്ട് ഇതിനെ ഡിനൈ ചെയ്തതാണ്. ദെൻ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോയി. സുപ്രീം കോടതി എന്ത് പറഞ്ഞു? സുപ്രീം കോടതി ഇതിന് എതിരായിട്ട് പറഞ്ഞു. അതായത് കസ്റ്റംസ് എന്തോ ആയിക്കോട്ടെ, നമ്മളുടെ ലാൻഡിൽ അല്ലെങ്കിൽ സക്സഷൻ റൈറ്റിൽ സ്ത്രീക്കും പുരുഷനും ഈക്വൽ റൈറ്റ് ഉണ്ട്. ഓക്കെ, സോ 1996 മധു കിഷ്വാർ വെർസസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു. ആ കേസിൽ എന്താ പറഞ്ഞ? കസ്റ്റംസ് ആണ് പ്രിവെയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ സക്സഷൻ റൈറ്റില് സ്ത്രീക്ക് അധികാരമൊന്നുമില്ല, കസ്റ്റംസ് അല്ലെങ്കിൽ എന്താണോ അവിടുത്തെ ആചാരം അത് നിലനിൽക്കട്ടെ, കാരണം മാറ്റാനായിട്ട് പറ്റില്ല. ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ കസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് സുപ്രീം കോടതിയുടെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്തമാണ്, സ്റ്റേറ്റുകളുടെയും ഉത്തരവാദിത്തമാണ്. സോ അതുകൊണ്ട് കസ്റ്റത്തിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ
ഇന്ന് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ജൂലൈ 17 വന്നിരിക്കുന്ന വിധി എന്താണ്? നമ്മളുടെ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആയിട്ട് അറിയപ്പെടാൻ പോകുന്ന ഒരു വിധിയാണ്. സോ അതുകൊണ്ട് തന്നെ UPSC പെർസ്പെക്റ്റീവിലും ഈ ഒരു വിധി ഇമ്പോർട്ടന്റ് ആണ്. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്നതിനും ദൂരീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നിരിക്കുന്നത്. സിവിൽ നിയമങ്ങളിൽ എന്ത് ചെയ്യാനായിട്ട്? സിവിൽ നിയമങ്ങളിൽ ഒരൊറ്റ നിയമസംഹിത. സോ അതിന് ക്രിറ്റിസിസം ഉണ്ടോ? ഡെഫിനറ്റ്ലി ക്രിറ്റിസിസം ഉണ്ട്. കാരണം എന്താണ്? പല നിയമങ്ങളും എല്ലാവർക്കും ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? എല്ലാവർക്കും ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം എന്താണ്? മുസ്ലിം ശരീഅത്തിലോ അല്ല ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടാകുന്നല്ലോ, ദെൻ അത് മാത്രമല്ല ഹിന്ദു റിലീജിയസിൽ ഉണ്ടാകുന്നല്ലോ. സോ ഇതെല്ലാം ഇന്ത്യ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആളുകളുടെ അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി, യൂണിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡൈവേഴ്സിറ്റിയിൽ നിന്നാണ് ഇന്ത്യയുടെ യൂണിറ്റി ഉൾക്കൊണ്ടിരിക്കുന്നത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് നമ്മളുടെ മോട്ടോ തന്നെ. സോ യൂണിഫോമിറ്റി എന്താണ്? യൂണിറ്റിയും യൂണിഫോമിറ്റിയും തമ്മിലുള്ള വ്യത്യാസം രണ്ട് വേർഡുകളാണ്. ഇത് രണ്ട് വേർഡിലെ അത് മാത്രമാണ്. എന്താണ് യൂണിറ്റിയും യൂണിഫോമിറ്റി? യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്ന് മുകളിലേക്ക് വരികയാണ്. താഴെ നിന്ന് മുകളിലേക്ക് വരികയാണ്. താഴെ നിന്ന് മുകളിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് അതൊരു നിയമമായിട്ട് മാറുന്നു. പക്ഷെ യൂണിഫോമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് അടിച്ച് ഏൽപ്പിക്കുന്ന ഒന്നാണ്. നമ്മൾ സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ യൂണിഫോം ഇട്ടുകൊണ്ട് പോകുന്നത് എന്താണ്? അതിന്റെ യൂണിഫോം ഡ്രസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. യൂണിറ്റി ഡ്രസ് എന്നല്ലല്ലോ വിളിക്കുന്നത്. എന്താ യൂണിറ്റി? ഞാൻ ഇന്നെന്റെ യൂണിറ്റി ഡ്രസ് തയ്ച്ചു വെച്ചില്ല അല്ലെങ്കിൽ തേച്ച് വെച്ചില്ല എന്നാരും പറയാത്ത എന്താ? യൂണിഫോം ഡ്രസ്. വൈ? അത് നമ്മൾ സ്വയം ഇഷ്ടപ്രകാരം ഇടുന്നതല്ല. ആണോ? നമ്മളുടെ സ്കൂളിനൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, സ്കൂളിനൊരു റൂൾസ് ഉണ്ട്, അല്ലെ? ആ റൂൾസിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് കൃത്യമായിട്ട് ഒരേ നിറത്തിലുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് മാത്രമേ സ്കൂളുകളിലേക്ക് വരാനായിട്ട് പാടുള്ളൂ. സോ മുകളിൽ നിന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് യൂണിഫോം. അപ്പൊ നമ്മളെല്ലാവരും കൂടിയിട്ട്, അതായത് നമ്മളുടെ സ്കൂളുകളിൽ, നമ്മളുടെ കോളേജുകളിൽ നമ്മളെല്ലാവരും കൂടിയിട്ട് തീരുമാനിക്കുകയാണ് നാളെ മുതൽ നമ്മളെല്ലാവരും ഒരേ കളറിലുള്ള ഡ്രസ് കോഡ് ധരിക്കും. അതായത് ഓണത്തിന് ഒരു ഡ്രസ് കോഡ് നമ്മൾ ഒരുമിച്ച് ധരിക്കും. അതിനെന്ത് വിളിക്കും? അതിനെ യൂണിറ്റി എന്ന് വിളിക്കും, അല്ലെങ്കിൽ യൂണിറ്റി ഡ്രസ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള യൂണിറ്റിയും യൂണിഫോമിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. സോ പലരും ആർഗ്യൂ ചെയ്യുന്നത് ഈ യൂണിഫോം സിവിൽ കോഡിന് പകരം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് എല്ലാവർക്കും ഈക്വലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, സോ രണ്ട് ഡിസ്കഷനും ഉണ്ട്. പക്ഷേ യൂണിഫോം സിവിൽ കോഡിന്റെ ഒരു ബേസിക് ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മുടെ സിവിൽ നിയമങ്ങൾ, മാരേജ് ആയിക്കോട്ടെ, സക്സഷൻ ആയിക്കോട്ടെ, ഡിവോഴ്സ് ആയിക്കോട്ടെ, പല നിയമങ്ങളുണ്ട്. ഇതിനെല്ലാം ക്രോഡീകരിച്ച് ഒരൊറ്റ നിയമമാക്കുക, എല്ലാവർക്കും സിവിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒരൊറ്റ നിയമം. സോ അങ്ങനെ ഒരൊറ്റ നിയമം വന്നു കഴിയുമ്പോൾ എന്താവില്ല? ട്രൈബൽസിന്റെ വുമൻസിന് സക്സഷൻ റൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യമില്ല. അവർക്കും റൈറ്റ് ഉണ്ട് എന്ന് പറയുന്ന ഒരൊറ്റ നിയമം വരും. അതിനെ കുറച്ച് പേര് പേടിക്കുന്നുണ്ട്. ദെൻ യൂണിഫോമിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറച്ച് പേര് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായ ഈ രണ്ട് ഡിസ്കഷനും. ദെൻ ഇന്നത്തെ പത്രത്തില് മറ്റ് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തകളൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. നമ്മളുടെ ഇന്റർനാഷണൽ റിലേഷനിലാണെങ്കിൽ എന്താണ് പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത്? ചാർലി കിർക്കിന്റെ അസാസിനേഷൻ ആണ്. ചാർലി കിർക്കിനെ ആരോ കഴിഞ്ഞ ദിവസം വെടിവെച്ച് കൊല്ലുകയാണ്. ആരാണ് ചാർലി കിർക്ക്? ചാർലി കിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റൈറ്റ് വിങ് പൊളിറ്റിക്സിന്റെ അല്ലെങ്കിൽ നമ്മളുടെ റിപ്പബ്ലിക്കൻ പാർട്ടീസിന്റെ ഒരു മേജർ മുഖമായിരുന്നു. അദ്ദേഹം ഒരു 2016 മുതലൊക്കെയാണ് ടിവിയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വരുന്നത്. നമ്മളുടെ ചാർലി കിർക്ക് ട്രംപിന്റെ വലം കൈ എന്നറിയപ്പെട്ടിരുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ട്രംപ് ഐഡിയോളജിയുടെ വക്താവ്. ഞാൻ ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് 2019 20 അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പേര് കേട്ടു, മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നതാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള സിദ്ധാന്തത്തിന്റെ എല്ലാം പ്രപ്പോണന്റ് ആണ് ആര്? ചാർലി കിർക്ക് എന്ന് പറയുന്ന ഒരാൾ. ദെൻ അക്കാഡമിക് റൈറ്റർ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എല്ലാം എന്ത് ചെയ്യണം? യൂണിവേഴ്സിറ്റി എല്ലാം വെറുതെ എക്സ്ചക്കറിൽ നിന്ന് പൈസ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണെന്നൊക്കെ നിശിതമായിട്ട് വിമർശിക്കുന്ന അമേരിക്കൻ റിപ്പബ്ലിക് പാർട്ടിയുടെ ഒരു വലം കൈയായിരുന്നു നമ്മളുടെ ഈ ചാർലി കിർക്ക്. അദ്ദേഹത്തെ അജ്ഞാതനായിട്ടുള്ള ഒരാൾ വെടിവെച്ച് കൊല്ലുന്നു.
സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു 22 വയസ്സുള്ള ഒരു ബാലനാണ് ഈ ഗൺ ഷോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്റർനാഷണൽ റിലേഷനിലായിരിക്കുന്ന വിഷയങ്ങളുള്ളത്. ദെൻ എന്താണ് യുണൈറ്റഡ് നേഷന്റെ ഒരു റെസൊല്യൂഷനിൽ ഇന്ത്യ പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട്, അതായത് 2 നേഷൻ പോളിസിയെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ വോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് മറ്റൊരു വിഷയം വരുന്നത്. അതെന്താ? അതായത് നമ്മളുടെ ഈ 2 നേഷൻ, നമ്മളുടെ പാലസ്തീനും ഇസ്രായേലും 2 നേഷനായിട്ട് സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ള 1948 2 നേഷൻ പോളിസിയെ ഇന്ന് പല രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രാൻസ് പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഫ്രാൻസിന്റെ നിരന്തരമായിട്ടുള്ള സപ്പോർട്ട് പ്രകാരം എങ്ങടേക്ക് പോയി? ന്യൂയോർക്ക് ഡിക്ലറേഷൻ. ന്യൂയോർക്ക് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ന്യൂയോർക്ക് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ യുണൈറ്റഡ് നേഷന്റെ ഒരു റെസൊല്യൂഷൻ ആണ്, അതല്ലെങ്കിൽ അവർ ഒത്തുകൂടിയിരിക്കുന്ന ഒരു റെസൊല്യൂഷനെയാണ് ന്യൂയോർക്ക് ഡിക്ലറേഷൻ എന്ന് നമ്മൾ പറഞ്ഞത്. 2024 എന്തോ ആണ് ആ ഒരു ന്യൂയോർക്ക് ഡിക്ലറേഷൻ വരുന്നത്. സോ 2 നേഷൻ തിയറിയിൽ ഒരു 140ഓളം രാജ്യങ്ങൾ പലസ്തീൻ ഒരു സെപ്പറേറ്റ് രാഷ്ട്രം വേണം, ഇസ്രായേൽ സെപ്പറേറ്റ് രാഷ്ട്രം വേണം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് 140 പേരോളം വോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും അതിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തു. ഓക്കെ, സോ ഈ 2 കാര്യങ്ങളുമാണ് ഇന്റർനാഷണൽ റിലേഷനിൽ വരുന്നത്. ദെൻ നേപ്പാളുമായി ബന്ധപ്പെട്ട് നേപ്പാളിന്റെ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ അധികാരത്തിലേക്ക് വരികയാണ്. സോ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ UPSC പെർസ്പെക്റ്റീവില് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്കഷൻ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ചാർലി കിർക്കിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പോകാതിരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ 2 ഡിസ്കഷനും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ വേറെ ഡിസ്കഷനുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ബാക്കി ഇൻക്ലൂഡ് ചെയ്യാണ്ടിരുന്നത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ന്യൂസ് അനാലിസിസിന്റെ ഒരു ഓവർവ്യൂ.